ഉഷു അറിയോ? ഹൈക്രോസ് ആണ് വണ്ടിയുടെ പേര്. കിണ്ണം വണ്ടി കല്യാണ മണ്ഡലം താലിയിട്ടൊക്കെ കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ. ഇതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ പോയിട്ട് നമ്മൾ ഫ്ലോട്ട് ചെയ്ത്. ഗൈസ്, അപ്പൊ നമ്മൾ വന്നപ്പോ ഇവിടെ ട്രെയിൻ വന്നിരിക്കുന്നു ഗൈസ്. നമുക്ക് അവിടെ പോയി തല വെക്കാം ഗൈസ്. നിങ്ങളാരും ഇതുവരെ ചങ്ക് കണ്ടിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യൂ. കാക്കയെ കണ്ടിട്ടില്ലേ ലൈക്ക് ചെയ്യൂ. എന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യൂ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഗൈസ്, നമ്മളൊരു ട്രിപ്പ് പോവാണ് ഗൈസ്. ഓക്കെ, അപ്പം ഫാമിലി ആയിട്ട് നമ്മളൊരു ട്രിപ്പ് പോവാണ്. അപ്പൊ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തോട്ടാണ് ഗൈസ് പോകുന്നത്. അപ്പം ബാക്കിയൊക്കെ നമുക്ക് അവിടെ നിന്നിട്ട് കാണാം ഗൈസ്. അപ്പൊ നമ്മളെല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നേരെ നമ്മള് ട്രിവാൻഡ്രത്തോട്ട് പോകും. ഓക്കെ, ഇപ്പൊ ട്രെയിനിൽ കയറാൻ പോവാണ്. നമ്മളപ്പം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ട്രാക്കിൽ ഇപ്പം വണ്ടി വരുമെന്നാണ് പറയുന്നത്. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് ഏതായാലും. അപ്പൊ ഇനി ഏതായാലും ട്രെയിനിലോട്ട് കയറാം. ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറ. ഹേ ഗൈസ്, നമ്മളിപ്പം പൊക്കത്താണ് ഇരിക്കുന്നത്. താഴെ അവരെല്ലാരും ഉണ്ട്. ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പം എവിടെയായി ഗൈസ് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ തിരുവനന്തപുരം പോവാണ്. വസുദേവ് രാഹുൽ. നമ്മളപ്പം കഴക്കൂട്ടായിട്ടുണ്ട്. അപ്പം കുറച്ചു നേരം കൂടെ മതി എത്താൻ വേണ്ടി. അപ്പം എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മൾ മെയിനായിട്ട് പോകുന്നത് എങ്ങോട്ടാണ്? നമ്മുടെ പൂജപ്പുരയില്. പിന്നെ നാളെ എങ്ങോട്ടൊക്കെയാ? പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാല്, നമ്മുടെ സ്ഥലത്തിന് പേരുണ്ട മറന്നുപോയി. പഴവങ്ങാടി, ശ്രീകണ്ഠേശ്വരം അമ്പലങ്ങളിലൊക്കെ പോകുന്നു. അത് കഴിഞ്ഞ് കോവളം ബീച്ച്, ശംഖുമുഖം ബീച്ച് ഓക്കെ പൊളിക്കാൻ പോകുന്നു. ഓക്കെ, നമ്മൾ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും വണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എത്തിയോ? ഓക്കെ ഗൈസ്, വണ്ടി എത്തിയിട്ടുണ്ട്. ട്രെയിൻ ഗൈസ്, നമ്മളങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ട്രെയിൻ ഈ കാണുന്നതാണ് നമ്മൾ വന്ന ട്രെയിൻ. നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഗൈസ്, നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഹൈക്രോസ് ആണ് വണ്ടിയുടെ പേര്. ഗൈസ്, അപ്പോൾ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു. എല്ലാവരും ബാക്കി വരുന്നുണ്ട്. ഓക്കെ, അപ്പം വീട്ടിൽ തന്നെ കാണാം. ഹേ ഗൈസ്, നമ്മളപ്പം വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പം സമയം 6:45. ഇനി രാവിലെ 6 മണിക്ക് എഴുതിയിട്ട് നമുക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാം. പിന്നെ വേറെ കുറേ അമ്പലങ്ങളിൽ പോകാം. അത് കഴിഞ്ഞിട്ട് ബാക്കി അപ്പത്തേന് മണിയെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഹേ ഗൈസ്, നമ്മളപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് പൂജപ്പുര മണ്ഡപത്തിലോട്ടാണ്. ഓക്കെ, അപ്പം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അത് കാരണം നമ്മൾ നടക്കുവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ പറയാൻ മറന്നൊരു കാര്യം, നിങ്ങൾ ഏതായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നടക്കാം. ചേച്ചി പൂജപ്പുര മണ്ഡപത്തിൽ പോയിട്ടുണ്ടോ? മാമ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ പൂജപ്പുര മണ്ഡപത്തിൽ? പൂജപ്പുര മണ്ഡപത്തിൽ ആദ്യമായിട്ടാണോ പോകുന്നത്? പൂജപ്പുര മണ്ഡപത്തിൽ ആദ്യമായിട്ടാണോ പോകുന്നത്? കേൾക്കുന്നത് അപ്പച്ചിയോ? ഞാൻ ഒത്തിരി പോയിട്ടുണ്ട്. അപ്പച്ചി, നമ്മളിപ്പോ പൂജപ്പുര മണ്ഡപത്തിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. ഇല്ലേടാ? ഇല്ലേ? ഗൈസ്, നമ്മളിപ്പം പൂജപ്പുര മണ്ഡപത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് കടക്കാം.
വരുന്നു വരും. ഹേ ഗൈസ്, നമ്മളപ്പോൾ ഇവിടെ പാർക്കിൽ വന്നാണ്. ഇത് നമ്മളെ കൂട്ടത്തി ഒരുത്തുണ്ടായിരുന്നു. അപ്പോൾ അവന് ഉണ്ടാവേ അപ്പോൾ ഈ കാണുന്നതാണ് പൂജപ്പുര മണ്ഡപം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഉത്സവ സമയത്ത് മാത്രമേ തിരക്ക് കാണത്തുള്ളൂ. ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ ഒരു പുള്ളി അവിടെ വന്നിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും മറ്റേ എല്ലാ മണ്ഡലം കല്യാണ മണ്ഡലം അപ്പൊ നമ്മളേതായാലും പൂജപ്പുര മണ്ഡപത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ സമയത്തുണ്ട് 11:30 ആയിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് നമ്മള് അമ്പലങ്ങളിലൊക്കെ പോകും. അപ്പൊ അതിന്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പൊ സമയം ഏതായാലും രാവിലെ 6:15 അപ്പൊ നമ്മള് വണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മളെല്ലാരും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നേരെ അമ്പലത്തിലോട്ട് പോകാം ഗൈസ്. അപ്പൊ കുറെ അമ്പലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്. കാരണം പെട്ടെന്ന് പോട്ടെ. ഹേ ഗൈസ്, അപ്പൊ ഏതായാലും നമ്മുടെ ആറ്റുകാലം അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമ്മള് തൊഴാൻ പോവാണ് ഗൈസ്. ഓക്കെ, അങ്ങോട്ട് ഫോണൊന്നും അലൗഡ് ചെയ്യത്തില്ല. അപ്പൊ ഏതായാലും തൊഴുതിട്ട് വരാം ഗൈസ്. ഗൈസ്, നമ്മളേതായാലും അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇനി നമ്മള് പഴമങ്ങാടി അമ്പലത്തിൽ പോകാൻ പോവാണ്. അപ്പൊ ഏതായാലും അങ്ങോട്ട് പോയിട്ട് വരാം. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നമ്മളങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ വെച്ച് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. മറ്റേ പഴവൂരമ്പലത്തിൽ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. ഫോൺ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് കാരണം അവിടുന്ന് വീഡിയോ എടുത്തില്ല. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇവിടെ ഫോൺ അലൗഡല്ല. എന്നാലും നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി അതെല്ലാം അവിടെ ഫോൺ കൊണ്ട് കൊടുത്തിട്ട് വരാം. ഗൈസ്, അപ്പോൾ നമ്മളേതായാലും അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കഴിക്കാൻ കയറിയിരിക്കുവാണ്. അപ്പം ഞാൻ കഴിക്കുന്ന മസാല ദോശയാണ്. അത് തന്നെ, ഗീ റോസ്റ്റ്. അപ്പോൾ ഏതായാലും കഴിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ്, നമ്മളപ്പോൾ ഏതായാലും അമ്പലത്തിൽ നിന്നൊക്കെ പോയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ 2 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് കറങ്ങാനൊക്കെ പോവാണ്. ഏതായാലും പോയിട്ട് വരാം ഗൈസ്. നമുക്ക് ഏതായാലും വണ്ടി വന്നെന്നാണ് തോന്നുന്നത്. നമുക്ക് ഏതായാലും പോയിട്ട് വരാം. ഗൈസ്, നമ്മളപ്പോൾ ഏതായാലും അപ്പോൾ നമ്മള് വേളി ടൂറിസ്റ്റ് സെന്ററിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് അകത്തോട്ട് കയറാം. എന്നിട്ട് ഇവിടെ നമുക്ക് പൊടിയാം ഗൈസ്. അപ്പം ഏതായാലും നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അകത്ത് കയറി. അപ്പം ഇവിടെ എന്തിനാണ് ചേച്ചി സംഭവം? ബോട്ടിങ്ങിന് പോകണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വേറൊരു ബീച്ചിലോട്ട് പോകും. അതെ, നമ്മൾ വേറൊരു ബീച്ചിൽ പോകുന്നതാണ്. നമ്മൾ വേറൊരു ബീച്ചിൽ പോകുന്നതാണ് ചേച്ചി പറയുന്നത്. നമുക്കറിയത്തില്ല ഗൈസ്. മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ കയറുന്നില്ല, നമ്മൾ വന്ന ട്രെയിനിലാണ് ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ശംഖ് എന്ന് പറയുന്നത്. നിങ്ങളാരും ഇതുവരെ ശംഖ് കണ്ടിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കാക്കയെ കണ്ടിട്ടില്ലേ? ലൈക്ക് ചെയ്യൂ. എന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യൂ. സെക്യൂരിറ്റി കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. ചലഞ്ച് വിഷു അറിയാമോ? അറിയത്തില്ലേ? സൂപ്പർ. അറിയത്തില്ല. വിഷു അറിയോ? ഇന്നെന്റെ ബർത്ത്ഡേ. വിഷു അറിയാമോ? വിഷു ഒരു പാട്ട് പാടാവോ? ഇങ്ങനെ വിഷുവിടത്തിരുന്ന് കുഴിമന്തി കഴിയുക. ഗൈസ്, അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടെ പാമ്പ് ഗൈസ്. അവിടെ കറക്റ്റ് കാണാൻ പറ്റത്തില്ല. ഇവിടെ പച്ചിലപ്പാമ്പുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ ട്രെയിൻ വന്നിരിക്കുന്നു ഗൈസ്. നമുക്ക് അവിടെ പോയി തല വെക്കാം ഗൈസ്. നിങ്ങൾ സബ് ചെയ്തില്ലേ?
ഗൈസ് അപ്പോൾ നമ്മൾ ഏതായാലും ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബീച്ച്. നമ്മൾ ഇതിലെയാണ് വന്നത്. അതെ, ഇത് ബീച്ച് എന്നും പറയാം, കായലെന്നും പറയാം, കടലെന്നും പറയാം. ഗൈസ് സൂര്യൻ അങ്ങ് ഉച്ചയിൽ ഉദിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഗൈസ്? അപ്പത്തിൽ നമ്മള് കായലിന് നടുക്കൂടെ ഇടയ്ക്കൂടെ ഒക്കെ ഒരു തൂക്കുപാലത്തിൽ കൂടെയാണ് ഗൈസ് നടക്കുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് ഗൈസ് നമ്മളിപ്പോ പോകുന്നത്. ഫ്ലോട്ട് ചെയ്ത് വീഴാതിരുന്നാൽ ഭാഗ്യം. ഫോണൊക്കെ ഇനി ഇടയ്ക്കോട്ട് പോയി കിട്ടത്തുമില്ല ഗൈസ്. എന്താണെന്നറിയില്ല. ഇവിടെ ചേട്ടനൊക്കെ ഉണ്ട്. എന്റെ ഗൈസ് അപ്പൊ നമ്മൾ ഏതായാലും കായലും കടലും കുട്ടിന് അവിടെ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അത് ആ കാണുന്നതാണ് ഗൈസ് ആ പോയിന്റ്. ഗൈസ് അവിടെ ഒരു കുതിരയുണ്ട് ഗൈസ്. ഗൈസ് അപ്പൊ ഏതായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പുറത്തെ ഐലൻഡ് നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെയാണ് വന്നത്. അപ്പം ഇവിടെ ഒരു എയറോപ്ലെയിൻ ഒക്കെ ഉണ്ട്. എയറോപ്ലെയിൻ കാണിച്ചു തരാം. എയറോപ്ലെയിൻ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഓ പൊളി തന്നെ. നമുക്ക് അവിടെ വരെ പോയിട്ട് വരാം. ഇത് ഏത് ബീച്ചാ ചേട്ടാ? ഏതോ ഒരു ബീച്ചാണ് ഗൈസ്. അപ്പൊ നമ്മളേതായാലും ഈ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മള് വെട്ടുകാട് പള്ളിയിലോട്ട് പോവാണ്. അവിടെ ഒരു ബീച്ചുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മള് ഐസ്ക്രീം കഴിക്കാൻ പോവാം. ഗൈസ് നമ്മളപ്പം കായലിൽ ഇരിക്കുവാണ്. കായലിന്റെ സൈഡിൽ അവിടെ ബീച്ച്, ഇവിടെ പാലം. അപ്പൊ നമ്മളേതായാലും വെട്ടുകാട് പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ആ കാണുന്നതാണ് ബീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കേതായാലും അങ്ങോട്ട് പോവാം. നമ്മളപ്പോ ഏതായാലും ഈ വെട്ടുകാട് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടുന്ന് പോയിട്ട് നമ്മള് പിന്നെ നമ്മുടെ മറ്റേ സിനിമയുടെ പേരിന് ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയ്ക്ക് പോകും. അപ്പം അതിന് നമുക്ക് നല്ല തിരിയുണ്ടല്ലേ അല്ലേ? നല്ല തരം നമ്മളേതായാലും ബീച്ചിലൊക്കെ പോയിട്ട് വീട്ടിൽ വന്നു. ഇനിയിപ്പം നമ്മൾ സിനിമ കാണാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പം സിനിമയ്ക്ക് ടൈമായി. 9 മണിക്കാണ് സിനിമ തുടങ്ങുന്നത്. ഇപ്പം സമയം 8:45. 15 മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്ന് 15 മിനിറ്റ് കറക്റ്റ് തിയേറ്ററിലാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഏതായാലും പോവാം. നമ്മൾ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് കഴിക്കാനുള്ള സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ കഴിക്കാനുള്ള സാധനം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ സിനിമയ്ക്ക് പോവാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കണം. താമസിച്ച് അപ്പോൾ ഏതായാലും ഇന്നലെ നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് വന്നപ്പോഴത്തേക്കും സമയം 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12:30 വന്നപ്പോഴത്തേക്കും ഫോണിന് ചാർജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇന്നലെ മേടിച്ച് വെച്ച ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ ഇന്നിന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മ്യൂസിയത്തിൽ പോകും. സമയം ഏതാണ്ട് ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 11 മണി 11:30 ആകുമ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ പോകും. അത് കഴിഞ്ഞ് 2 മണിക്കാണ് നമ്മുടെ ട്രെയിൻ ഉള്ളത്. ആ ട്രെയിനിൽ കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. അപ്പം നമുക്ക് ഏതായാലും മ്യൂസിയത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ കുളിച്ചൊക്കെ റെഡിയായിട്ട് രാവിലത്തെ ഭക്ഷണം കഴിച്ചു. പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ടു. അത് കഴിഞ്ഞ് ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. നമ്മൾ മ്യൂസിയത്തിൽ പോകുമെന്ന് പറഞ്ഞായിരുന്നു. പോകാൻ പറ്റത്തില്ല ഗൈസ്, കാരണം സമയം പോവും. ഓക്കെ, നമുക്ക് 2 മണിക്ക് ട്രെയിനാണ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് മറ്റേ മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോവും. അത് കാരണം നമ്മൾ മ്യൂസിയത്തിൽ പോകുന്നില്ല, അത് ക്യാൻസൽ ചെയ്തു. ഇന്ന് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. അപ്പം ഇപ്പം ഇറങ്ങും. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതായാലും നമ്മൾ 2 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ഇപ്പം പോവാണ് ഗൈസ്, റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. അപ്പോൾ ഏതായാലും ബൈ. നമ്മൾ ഏതായാലും
പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടുന്ന് കുറച്ച് എത്ര ദൂരം ഉണ്ട് അപ്പച്ചി? കുറച്ച് ദൂരമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, 10 മിനിറ്റ് ഗൈസ്. 10 മിനിറ്റിനുള്ളിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. ആ വണ്ടി വന്നു. വാ വാ ഗൈസ്, നമ്മൾ ഏതായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഏതായാലും നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, ട്രെയിനിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് വന്നു, കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. പിന്നെ മ്യൂസിയത്തിലൊക്കെ പോകാൻ വിചാരിച്ചു, പിന്നെ ട്രെയിൻ വരുന്ന കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.